എല്ലാ കാണുന്ന എല്ലാ കസ്റ്റമേഴ്സും പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഒരു മാസം എഞ്ചിൻ വാറണ്ടി ഞങ്ങൾ തരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഇവിടെ വന്ന് ഓടിച്ചു നോക്കിയിട്ട് വണ്ടിക്ക് എന്ത് മെയിൻ്റെനൻസ് ആണ് വരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ ആ മെയിൻ്റെനൻസ് ഞങ്ങൾ ക്ലിയർ ചെയ്ത് തന്നിട്ട് നിങ്ങൾ പിന്നെ ഓടിച്ചു നോക്കിയിട്ട് ആ മെയിൻ്റെനൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുക്കണ്ട. അത്ര ഞാൻ പറയുന്നു. വണ്ടി ടയർ നിങ്ങൾക്ക് മാറ്റേണ്ടി വരില്ല. ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് വാങ്ങേണ്ടി വരില്ല, ഓയിൽ മാറേണ്ടി വരില്ല, പോരാത്തിന് വാറണ്ടി ഉണ്ട്. വണ്ടി എടുക്കാൻ ലഡാക്ക് പോവാം. അതാണ് സത്യം. അപ്പൊ നിങ്ങൾ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടുന്ന് ₹1 കിട്ടാണ്ട് ഇവിടുന്ന് ₹1 കിട്ടാണ്ട് പറയുമ്പോൾ ഇതും കൂടി കമ്പയർ ചെയ്യണം. ആകെ 23,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് ആണ്, ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ് ഈ രണ്ട് വണ്ടിയും. 24 മോഡലാണ്. എല്ലാവരും ആലോചിച്ചോ, നല്ല രീതിയിൽ വെർത്ത് ആയിട്ടുള്ള പ്രൈസാണ്. നിങ്ങൾ ഏത് ഷോറൂമിലും എവിടുന്ന് അന്വേഷിച്ചോ ഈ പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്നുള്ള. അങ്ങനെ ഷോറൂമിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞോ അവിടെയാണ് കിട്ടണേന്ന്. നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ അങ്ങനെ പ്രൈസ് കൂടുതലാണോ കുറവാണെന്നുള്ളത്. പിന്നെ നമ്മളിവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ എഞ്ചിൻ വാറണ്ടി മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, എഞ്ചിൻ ഓയിൽ കൂടി നമ്മൾ മാറ്റി കൊടുക്കും. പല കസ്റ്റമേഴ്സും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് 300 രൂപയിലുള്ളൂ, 400 രൂപയിലുള്ളൂ. എല്ലാ ഷോറൂമാരും അങ്ങനെ ചെയ്ത് കൊടുക്കണ്ടേ? എല്ലാ ഷോറൂമാർക്കും ഇതേ എമൗണ്ടേ വരണുള്ളൂ. വണ്ടിയുടെ ഓയിൽ ഞങ്ങൾ മാറ്റിത്തരും, എഞ്ചിന് വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ 4 ആൾ കൈമാറുന്ന വണ്ടിയാണ്, എഞ്ചിന് പണി ഉണ്ടാവുന്ന ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു മാസത്തിനുള്ളിൽ എഞ്ചിൻ വർക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും അറിയാം NS-ന്റെ ഇതില് നമുക്ക് ബോറിംഗ് ഒന്നും നടക്കൂല, ലൈറ്റിൽ കൊടുത്തുള്ള വർക്ക് പരിപാടി ഒന്നും നടക്കൂല. ഒക്കെ ഫുൾ സെറ്റ് ആയിട്ട് കമ്പനി തന്നെ ചെയ്യിക്കണം. ഇതിൽ ഡൗൺ പേയ്മെന്റ് 15 രൂപ അടച്ചാലും നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 15,000 രൂപക്ക് ഇറക്കാം. അത് ആണെങ്കിൽ 10 രൂപയ്ക്ക് ഇറക്കി കൊടുക്കും. ഇൻഷുറൻസ് നമ്മൾ എടുത്തരും, ഓയിൽ നമ്മൾ മാറ്റിത്തരും. വണ്ടിന്റെ എഞ്ചിൻ സൈഡ് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം. ഒരു 1 വീക്ക് വരെ നമ്മൾ എഞ്ചിൻ വാറണ്ടി ഇതിനും കൊടുക്കും. അതും ആലോചിക്കണം കേട്ടോ. 22,000 രൂപക്കൊന്നും ആരും നിങ്ങൾക്ക് എഞ്ചിൻ വാറണ്ടി തരൂല. അത് വേറെ കാര്യം. നമ്മളിവിടെയൊക്കെ ഗ്യാരണ്ടി വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വേറെ ടെക്നീഷ്യനെ കൂട്ടി ഒന്ന് വണ്ടി ചെക്ക് ചെയ്യുക, അങ്ങോട്ട് എടുക്കുക. ഞാൻ ടെക്നീഷ്യന് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നമ്മളത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല വേറെ ഒരാൾക്കും വണ്ടി കൊടുക്കുള്ളൂ. പിന്നെ ചെറിയ ചെറിയ റേറ്റിന്റെ വണ്ടിക്ക് പോലും നമ്മൾ 1 വീക്ക് തരണം. എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ നിർത്തിട്ട് ഒരു ബാഡ് റിവ്യൂ നമുക്ക് തോന്നരുത്. നിങ്ങൾ കമന്റ് ഇടുമെന്നുള്ള ഞാൻ പറഞ്ഞത്. നമ്മളവിടെ നിർത്തിട്ട് ഇപ്പോൾ ആരെങ്കിലും ഒരു വിശ്വാസത്തോടുകൂടി എടുക്കുന്നതാണ്. ആ വിശ്വാസം മാക്സിമം നമ്മൾ കവർ ചെയ്ത് പഠിക്കാനാണ് നമ്മളെ മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്. ആധാർ കാർഡ് മസ്റ്റ് ആണ്. പിന്നെ സെക്കൻഡ് ID പ്രൂഫ് എന്നുള്ളത് ഞാൻ കാണിച്ചത് നമ്മളോട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ലാൻഡ് ടാക്സ് ആണ്. ലാൻഡ് ടാക്സ് മസ്റ്റ് ആണ്. ഈ ലാൻഡ് ടാക്സ് ആരെ പേരിലാണോ അവർക്ക് ഗ്യാരണ്ടറായിട്ട് നിൽക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് വെറുതെ ഒരു ഗ്യാരണ്ടർ പിടിച്ചിട്ട് നിർത്താൻ പറ്റൂല. ലാൻഡ് ടാക്സ് ആരെ പേരിലാണോ അവർക്ക് ഗ്യാരണ്ടറായിട്ട് നിൽക്കാം. ഗൈസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ മലപ്പുറം എടപ്പാളിലെ സെക്യൂർ മോട്ടോർ ഫൈനാൻസിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 8 മാസത്തിൻ്റെ മുന്നെയാണ് നമ്മൾ സെക്യൂർ മോട്ടോർ ഫൈനാൻസിൽ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരുപാട് വാഹനങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന പോലെ തന്നെ സ്കൂട്ടറുകളൊക്കെ കിഡിലൻ കളക്ഷൻസ്, സ്കൂട്ടറുകളുടെ കളക്ഷൻസ് ഉണ്ട്. 10,000 മുതൽ അതുപോലെ തന്നെ 15,000 രൂപ മുതൽ 20,000 രൂപ വരെയുള്ള വണ്ടികളും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസ്, പ്രൈസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻസിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വെയിറ്റ് ചെയ്തുകൊണ്ട് സെക്യൂർ മോട്ടോർ ഫൈനാൻസിലെ സനൂപ് ബ്രോ ഇവിടെ നിൽക്കുന്നുണ്ട്. ബ്രോ, ഏകദേശം ഒരു 8 മാസമായി വീഡിയോ. കുറെ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ 8 മാസത്തിന് ശേഷം കൊണ്ട് വരുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വരവിനെ ഞങ്ങളിവിടെ ഗംഭീരാക്കിയിട്ടുണ്ട്. ഷോറൂം കംപ്ലീറ്റ് ഫില്ലാക്കി. ഞങ്ങളിവിടെ സ്ഥലമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഉള്ളിക്കാട് വെച്ചിട്ടുള്ളത്. അപ്പൊ അത്ര വണ്ടി കളക്ഷൻ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. 70 വണ്ടികൾ ഉണ്ടാവും. 70 വണ്ടിയുടെ അടുത്തുണ്ട്. ലോ ബഡ്ജറ്റിലെ വണ്ടികൾ, ലോ ബഡ്ജറ്റ്. അതായത് നമ്മൾ ചില വീഡിയോയിൽ ചെയ്യുമ്പോൾ അവർ പറയും നമ്മൾ ഒരു വണ്ടിയൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ഉടായ്പാട് ആകെ ഒരു വണ്ടി ഉള്ളൂ. ആ ഒരു പരിഹാരം നമ്മളിവിടെ തീർക്കും. അപ്പൊ ഏകദേശം ഒരു 70-80 വണ്ടികൾ ഇപ്പൊ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാ, നമ്മൾ ചെറിയ ബഡ്ജറ്റിന്റെ വണ്ടികള് ഞാൻ നേരത്തെ പറയല്ലോ 1-2 ഉള്ളൂ വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് കമന്റ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ആ ഒരു പരിഹാരം നമ്മൾ പരിഹരിക്കുന്നതായിരുന്നു. ഇപ്പൊ നമ്മളിൽ 20 രൂപയുടെ വണ്ടി ഉണ്ട്, 18 രൂപയുടെ വണ്ടി ഉണ്ട്, അത് 25 രൂപയുടെ വണ്ടി ഉണ്ട്. ഇന്ന് മോഡലൊട്ടും പുറകോട്ടുമില്ല. 16 മോഡൽ വണ്ടികളുണ്ട്, 15 മോഡലുണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ. ഇനി നല്ല കൂടിയ വണ്ടികളുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഒക്കെ വീഡിയോയിൽ കാണാം. 100 കാര്യങ്ങൾ എല്ലാ വണ്ടികളും നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നത് എന്തായാലും നല്ലൊരു വർത്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അത് 100% ഉറപ്പാണ്. 15,000 രൂപ മുതലുള്ള വണ്ടികളുണ്ട്. അതായത് നമുക്ക് റെഡി ക്യാഷ് 15,000 രൂപക്ക് വരെ നമുക്ക് വണ്ടികൾ കൊടുക്കാം. അത് ആ ഒരു ഉപയോഗത്തിന് പറ്റിയ വണ്ടികളാവട്ടെ. നല്ല ഹൈ ക്വാളിറ്റി ആവില്ല, എന്നാലും മാക്സിമം ക്വാളിറ്റി ആക്കിയിട്ട് വണ്ടികൾ കൊടുക്കുന്നത്. പിന്നെ ഒരു മാസം നമുക്ക് എഞ്ചിന്റെ വാറന്റി ഉണ്ട്, സർവീസും ഫ്രീ ആണ്. സർവീസ് ഫ്രീ. ഇവിടുന്ന് എടുക്കുന്ന ഓരോ വണ്ടികൾക്കും ഒരു മാസം വരെ സർവീസ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ എക്സ്പൾസ് എടുക്കുകയാണെങ്കിൽ ഒരു ഹെൽമെറ്റും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. എക്സ്പൾസിനാണ് നമ്മളിപ്പോ ഹെൽമെറ്റ് കാര്യങ്ങൾ വരുന്നത്. വേഗയുടെ ഹെൽമെറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ 2 എക്സ്പൾസിന് മാത്രം അത് നമ്മൾ ആ ഓണം ബേസ് ചെയ്തിട്ട് ഒരു ഓഫർ പോലെ കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പൊ പിന്നെ എന്തായാലും കൊടുക്കാന്ന് വെച്ചിട്ട് നമുക്കതിന് ഓഫർ ഞാൻ ഇപ്പം പറയാറില്ല. നമ്മളങ്ങനെ ഓഫർ പറഞ്ഞിട്ട് വലിച്ചു വാരി കൊടുക്കാറില്ല. പരമാവധി റേറ്റ് കുറച്ചിട്ട് എല്ലാ വണ്ടികളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോണിനൊരു കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ ലോണിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ല കസ്റ്റമേഴ്സും അത് മോശം കസ്റ്റമേഴ്സ് എന്നുള്ള കാറ്റഗറി ലോണുകൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞ അതിന്റെ സിവിൽ സ്കോർ ബേസിൽ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. നമ്മളവിടെ വല്ലാണ്ട് ബാധിക്കൂലെന്ന് മാത്രം. ഇപ്പൊ ഒരു ഗോൾഡ് ലോണൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു അടവ് പെൻഡിങ് വന്നിട്ട് അത് അടവ് ഓവർഡ്യൂ എടുക്കാണ്ട് അത് കവർ ചെയ്ത് പോയ കസ്റ്റമർക്ക് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് നിലവിലെ അടവ് പെൻഡിങ് വെച്ചിട്ട് നമുക്ക് ലോൺ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് നല്ലട്ടാ ഏത് ഫിനാൻസിനും ലോൺ പാസ്സാവില്ല. കാരണം നിലവിലെ ഒരു സ്ഥാപനത്തിൽ ലോൺ എടുത്തിട്ട് അത് അടക്കാത്ത വ്യക്തിക്ക് എന്ത് ധൈര്യത്തിൽ നമ്മൾ രണ്ടാമതൊരു ലോൺ കൊടുക്കും എന്നുള്ള എല്ലാ ഫിനാൻസ് കമ്പനിയും ചിന്തിക്കുന്ന ഒരു കേസാണ്. സിവിൽ സ്കോർ പക്കയാ അത് ഈ 300, 200, 400 അങ്ങനെയുള്ളവർക്കൊന്നും കിട്ടൂല. ഒരു 600ന്റെ മേലെ ഉള്ളവർക്കൊക്കെ ധൈര്യത്തിൽ അല്ലെങ്കിൽ ഇതേവരെ ലോൺ എടുക്കാത്തവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പക്കയായിരിക്കണം. നമ്മളിവിടെ വരുന്നത് ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്. ആധാർ കാർഡ് മസ്റ്റ് ആണ്. പിന്നെ സെക്കൻഡ് ID പ്രൂഫ് എന്നുള്ളത് ഞാൻ കാണിച്ചത് നമ്മളവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ലാൻഡ് ടാക്സ് ആണ്. ലാൻഡ് ടാക്സ് മസ്റ്റ് ആണ്. ഈ ലാൻഡ് ടാക്സ് ആരെ പേരിലാണോ അവർക്ക് ഗ്യാരണ്ടറായിട്ട് നിൽക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് വെറുതെ ഒരു ഗ്യാരണ്ടർ പിടിച്ചിട്ട് നിർത്താൻ പറ്റൂല. ലാൻഡ് ടാക്സ് ആരെ പേരിലാണോ അവർക്ക് ഗ്യാരണ്ടറായിട്ട് നിൽക്കാം. പിന്നെ നമ്മളുടെ ഹൈലൈറ്റ് എന്താണെന്ന് പറയുക, മൊബൈൽ ബ്രോക്കർ അറിയാം, നമുക്ക് ഫിനാൻസ് ഉണ്ട്, സെക്യൂർ ഫിനാൻസും ഉണ്ട്, നമുക്ക് സ്പോട്ടായിട്ട് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഇപ്പൊ രാവിലെ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു തന്നാൽ അങ്ങനെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വണ്ടി കൊണ്ടിരിക്കുന്നു കേട്ടോ. സ്പോട്ട് ഫിനാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ഡെലിവറി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ എഞ്ചിൻ വാറന്റി മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, എഞ്ചിൻ ഓയിൽ കൂടി നമ്മൾ മാറ്റി കൊടുക്കും. പല കസ്റ്റമേഴ്സും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് 300 രൂപയിലുള്ളൂ, 400 രൂപയിലുള്ളൂ. എല്ലാ ഷോറൂമാരും അങ്ങനെ ചെയ്ത് കൊടുക്കണ്ടേ? എല്ലാ ഷോറൂമാർക്കും ഇതേ എമൗണ്ടേ വരണുള്ളൂ. പക്ഷെ നമ്മളതെന്താന്ന് ഇപ്പൊ ബുള്ളറ്റ് എടുത്ത് നമ്മൾ വെറും ഓയിൽ മാത്രമല്ല മാറ്റി കൊടുക്കുന്നത്, ഓയിലും ഓയിൽ ഫിൽറ്ററും പാടാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പൊ അതിന് ഏകദേശം 1500 രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വരും. അപ്പൊ നമുക്കും കവർ ചെയ്ത് വരണം, കസ്റ്റമേഴ്സിനും ഹാപ്പിയാക്കി വിടണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോണിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത്ര നേരം പറഞ്ഞത്. നമുക്ക് ബാക്കിയുള്ള വണ്ടികൾ പരിചയപ്പെടുത്താം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് MT. നമ്മൾ ഈ MT വരുന്നത് 21 മോഡലാണ്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുക, ടയറൊക്കെ പക്കയാണ്, ബാറ്ററി ഒക്കെ പക്കയാണ്, ഫുൾ ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഒരു 1.50 നമ്മൾ വണ്ടിക്ക് പറയുന്ന റേറ്റ് വരുന്നത്. നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമ്മൾ അതിന് ചെയ്ത് കൊടുക്കണം. ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും. ഡൗൺ പേയ്മെന്റ് 30 രൂപ അടച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സിവിൽ സ്കോർ നല്ല കൂടിയ കസ്റ്റമർ ആണെങ്കിൽ 20 രൂപ അടച്ചാലും നമുക്ക് വണ്ടി കൊടുക്കാം. സ്കോർ പക്കായിരിക്കണം. MT 21 മൈലേജ് നോക്കുന്നവർക്ക് അതെ, അത് ഞാൻ പറഞ്ഞത് ലുക്കിലായാലും പവറിലായാലും ഇത് ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ് ഈ വണ്ടി. നമുക്ക് ആർക്കെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒരു വെർത്താണ് വണ്ടി. മൈലേജ് ഉണ്ട്, പവർ ഉണ്ട്. MTയുടെ എൻക്വയറി ഇപ്പൊ എങ്ങനെ? നമുക്ക് നിലവിൽ ഇപ്പൊ സ്റ്റോക്കിന് 2 വണ്ടി ഉള്ളൂ. ആദ്യം അത്യാവശ്യം വണ്ടികൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ മാസം 3-4 MT ഇറങ്ങിയതാണ്. ഇത് ഈ മാസം ഇതിപ്പോ നല്ല വണ്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ട മാർക്കറ്റിൽ. ഇപ്പൊ നമുക്ക് തന്നെ അത്യാവശ്യം അന്വേഷിച്ച് പലയിടത്തും കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയ വണ്ടികളുണ്ട്. നമ്മളറിയാലോ കൂടുതൽ ഓപ്ഷൻ എടുക്കുന്ന വണ്ടികളാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ക്വാളിറ്റി വണ്ടികൾ കിട്ടും. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും.
24 മോഡൽ വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ കിട്ടിയ വണ്ടി ഇവർക്കാണ് കിട്ടുന്നതെന്ന് പല കസ്റ്റമേഴ്സിനും ഒരു ധാരണ വരും. അത് മെയിനായിട്ട് ഇതാണ്, നമ്മൾ ഓപ്ഷൻ എടുക്കുന്നതാണ്. കാരണം ഈ 2000-നും 1000-നും ഡൗൺ പേയ്മെന്റിൽ ഷോറൂമിൽ വണ്ടി ഇറക്കി കൊടുക്കുന്നുണ്ട് ഈ പുതിയ വണ്ടികൾ. അപ്പൊ അതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പോയി വണ്ടി എടുക്കും, അടവ് തെറ്റും, CC ചെയ്യും, നമ്മളെപ്പോലുള്ള ആൾക്കാർ ഓപ്ഷൻ എടുക്കും, വണ്ടി നിങ്ങളെല്ലാം എത്തിച്ചേരും. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി ഇത് വരെ 2022 മോഡലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി തന്നെയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 160 നമുക്ക് ലാസ്റ്റ് ഒരു 157 വരെയൊക്കെ എന്തായാലും നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഫ്രണ്ട് ടയർ ഒക്കെ പറഞ്ഞാൽ ട്രാക്ക് ടയർ ആട്ടോ, അത് നമ്മൾ ഇട്ടല്ല, പഴയ കസ്റ്റമർ ഇട്ടത് തന്നെയാണ്. ബാക്കി ബാക്ക് ടയർ ഒന്നും വലിയ കുഴപ്പമില്ല. വണ്ടിയുടെ കണ്ടീഷനൊക്കെ അതേ ഞാൻ പറഞ്ഞു. ഇവിടെ വന്ന് ഓടിച്ചു നോക്കാം. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെയൊക്കെ ഗ്യാരണ്ടി വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വേറെ ടെക്നീഷ്യനെ കൂട്ടി ഒന്ന് വണ്ടി ചെക്ക് ചെയ്യുക, അങ്ങോട്ട് എടുക്കുക. ഞാൻ ടെക്നീഷ്യന് കംപ്ലൈന്റ് പറഞ്ഞതിനടിക്ക് 100% നമ്മളത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നല്ല വേറെ ഒരാൾക്കും വണ്ടി കൊടുക്കുള്ളൂ. കാരണം മനുഷ്യന്മാരാണ്, ഒരു പരിധി വരെയുള്ള ചെക്കിങ് എല്ലാവർക്കും പറ്റുള്ളൂ. അപ്പൊ അതിൽ കൂടുതലായിരിക്കില്ല അറിവുള്ള ആൾക്കാർ വന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ കണ്ടെത്തിയാൽ, ഇതുവരെ അങ്ങനെ ആരും കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താണെങ്കിൽ നമ്മളെ ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്കായിട്ട് നമ്മൾ വണ്ടി കൊടുക്കും. അത് ഇവിടെ ഉള്ള വണ്ടികൾ കണ്ട് ഭൂരിഭാഗം വണ്ടികൾ കണ്ടതിന് മനസ്സിലാവും. ഇപ്പൊ ടയർ ഇല്ലാത്ത വണ്ടിക്ക് നമ്മൾ ടയർ ഇട്ടിട്ടൊക്കെ കൊടുക്കുന്നത്. അടുത്ത് വരുന്നത് 2000. ഇത് 200 ഈ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ കേറിയിട്ട് 1-2 ദിവസം ആവണുള്ളൂ. ഇതിന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ, ടയറൊക്കെ മാറിയിട്ടുള്ളൂ, മാറി വെച്ചിട്ടുള്ളൂ. മീറ്റർ വർക്കിംഗ് ആണ്. ആ മീറ്റർ ഒക്കെ വർക്കിംഗ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് ഓൺഷിപ്പ് മാത്രമാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. 3rd ഓണറാണ് വണ്ടി വരുന്നത്. വണ്ടി 3rd ഓണർ വരുന്നോണ്ട് വണ്ടിയുടെ പ്രൈസ് വരുന്നത് 95 രൂപയാണ്. നമുക്കതിൽ ഇത് BS4 ആവും. 2016 മോഡൽ BS4 വണ്ടിയാണ്, 3rd ഓണർ വണ്ടിയാണ്. 95 രൂപ നമ്മൾ ആസ്കിങ് പ്രൈസ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് കൊടുക്കും. പിന്നെ നമുക്കിതില് 2 ടയറും പുതിയതാട്ടോ, ഒരു ടയർ അല്ല, 2 ടയർ പുത്തൻ ടയർ ഒക്കെ പക്കേ. പിന്നെ ഇതില് വേറെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതില് ഡൗൺ പേയ്മെന്റ് 15 രൂപ അടച്ചാലും നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 15,000 രൂപക്ക് ഇറക്കാം. അത് ആണെങ്കിൽ 10 രൂപയ്ക്ക് ഇറക്കി കൊടുക്കും. വെറും 10,000 രൂപ സിവിൽ സ്കോർ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ പറഞ്ഞു, ഈ വണ്ടി എന്തായാലും പെട്ടെന്ന് പോകും. അതൊക്കെ 100% ഉറപ്പാ. നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ ഭയങ്കര എൻക്വയറി ഉള്ള വണ്ടിയാണ്. കാരണം ഈ വണ്ടി കിട്ടാനില്ല. അറിയാലോ, പിന്നെ പോലെ തന്നെ വീഡിയോ എടുക്കാൻ നിനക്ക് കുറെ കാണുന്നവർക്ക് പറയാം. അത്രയും എൻക്വയറി ഉള്ള വെറും 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂക്ക് 200 ആക്കാം. നമ്മൾ വെറും വാക്ക് പറയണല്ല, നല്ല സിവിൽ സ്കോറും ലാൻഡ് ടാക്സും കാര്യങ്ങളൊക്കെ പക്കായിട്ടുള്ള ആൾക്കാരെ തന്നെ ധൈര്യത്തിൽ അയച്ചെന്നോ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ഞങ്ങൾ പരിപാടികൾ തീർത്ത് തരുന്നതായിരിക്കും. ലോണും ചെയ്തുതരും, നിങ്ങൾക്ക് ഡെലിവറി വേണമെങ്കിൽ അതും സെറ്റ് ചെയ്ത് തരും. 10,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ സിവിൽ സ്കോർ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്യൂക്ക് 200 ഇറക്കാം സ്വന്തമായി. അടുത്ത വണ്ടി NS. ഇത് 2018 മോഡലാണ്. നമ്മൾ 200 ആണ്, വേറെ അങ്ങനെ 125 നമ്മളങ്ങനെ ചെയ്യാറില്ല. ഡ്യൂക്കിൽ മാത്രം 125 നമ്മൾ ചെയ്യാറുള്ളൂ. ഇതിപ്പോ വരുന്നത് NS 2018 മോഡലാണ്. 4th ഓണർ വണ്ടിയാണ്. 4th ഓണർ വണ്ടി തന്നെ ആയതുകൊണ്ട് തന്നെ വണ്ടിന്റെ പ്രൈസ് വരുന്ന 17,000 കുറവാണ്. 68 രൂപയാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. കിലോമീറ്റർ ഡൗൺ പേയ്മെന്റ് 10-12 ഞാൻ പറഞ്ഞല്ലോ, 10-12 ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടി ഇറക്കാം. പക്ഷെ സ്കോറും കാര്യങ്ങളൊക്കെ പക്കന് ധൈര്യത്തിൽ ഇറക്കാം. എത്ര കിലോമീറ്റർ ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. എഞ്ചിനൊക്കെ നമ്മളെ വാറന്റി കൊടുക്കണ്ടല്ലോ. ഏത് വണ്ടി എടുത്താലും വാറന്റി ഉണ്ടാവും. അതിൽ നമ്മൾ ഈ ഡ്യൂക്കിന്റെ കേസിന് മാത്രം ഒരാഴ്ച ചെക്ക് വാറന്റി കൊടുക്കണുള്ളൂ. കാരണം ഡ്യൂക്ക് നമുക്ക് കൂടുതൽ റിസ്ക് ആണ്. കസ്റ്റമേഴ്സ് കൊണ്ടിട്ട് 2-3 വണ്ടി കസ്റ്റമേഴ്സ് കൊണ്ട് ഡിപ്പോ ഒക്കെ വെച്ചിട്ട് എഞ്ചിനാകെ ഞാൻ നേരത്തെ വന്നപ്പോ പറഞ്ഞില്ലേ, എഞ്ചിനാകെ ഇതാക്കിയിട്ട് അതുകൊണ്ട് ഡ്യൂക്കിനൊന്നും നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്യണില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളവിടെ സർവീസ് ചെയ്ത് കൊടുക്കും. അതിന്റെ ലേബറും കാര്യങ്ങളും വന്നാൽ പുറത്തുനിന്ന് വരുന്ന ലേബറിനേക്കാളും കുറവായിരിക്കും. 100% ഉറപ്പാണ്. അത് അന്വേഷിച്ചിട്ട് അങ്ങനെ ഇപ്പൊ നമ്മളോട് കുറെ എഞ്ചിൻ വണ്ടി നമ്മളെ വണ്ടികളിട്ട പുറത്തത്തെ വണ്ടികളല്ല, നമ്മളിവിടുന്ന് എടുത്ത് പോയ കസ്റ്റമേഴ്സിന് എഞ്ചിൻമാർക്ക് വരുമ്പോൾ നമ്മളിവിടെ സർവീസ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്കൂട്ടിന്റെ എഞ്ചിൻമാർക്ക് വരുമ്പോൾ 4,000 അല്ലെങ്കിൽ 5,000 ഒക്കെ വരുന്ന എഞ്ചിൻമാർക്ക് ഞങ്ങളവിടെ വരുമ്പോൾ ഒരു 3,000-3,800 അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ എക്സാക്ട് റേറ്റ് ഇതായിരിക്കണം എന്നില്ല. ഞാൻ അതിന് കമന്റ് ഇട്ടത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഇത് ഞാൻ പറഞ്ഞ് 2018 മോഡല് 4th ഓണർ വണ്ടിയാണ്. അതുകൊണ്ടാണ് വണ്ടിക്ക് 68,000 രൂപ വണ്ടിക്ക് വന്നിട്ടുള്ളത്. വണ്ടിയുടെ ഓയിൽ ഞങ്ങൾ മാറ്റിത്തരും. എഞ്ചിന് വാറന്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ 4 ആൾ കൈമാറുന്ന വണ്ടിയാണ്. എഞ്ചിന് പണി ഉണ്ടാവുന്ന ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു മാസത്തിനുള്ളിൽ എഞ്ചിൻ വർക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും അറിയാം, NSന്റെ ഇതില് നമുക്ക് ബോറിംഗ് ഒന്നും നടക്കൂല, ലൈറ്റിൽ കൊടുത്തുള്ള പരിപാടി ഒന്നും നടക്കൂല. ഒക്കെ ഫുൾ സെറ്റ് ആയിട്ട് കമ്പനി തന്നെ ചെയ്യിക്കണം.
അല്ലെ ബജാജിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ട് ഹെഡ് സിലിണ്ടർ ക്രാങ്കൊക്കെ പുതിയതിടണം. ഇതിൽ ബോറിംഗ് നടക്കൂല, അതെല്ലാവർക്കും അറിയണ്ടാവും. അടുത്ത വണ്ടി അടുത്ത് വരുന്നത് 2020 മോഡൽ V3 ആണ്. V3 ഇത് നമുക്ക് വരുന്നത് 3rd ഓണർ വണ്ടിയാണ്. ഓണർഷിപ്പ് ഞാൻ പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, നിങ്ങൾ റേറ്റ് കുറഞ്ഞ എന്താ കാരണം എന്ന് ചോദിക്കും, അതോടാണ് ഓണർഷിപ്പ് പറഞ്ഞിരുന്നത്. പിന്നെ ഇതെങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ഓണർഷിപ്പ് കൂടിയ വണ്ടികൾ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഇവിടെ ഫിനാൻസ് കൊടുത്തിട്ടുള്ള നമ്മളെ വണ്ടികളായിരിക്കില്ല, നമ്മൾ വേറെയുള്ള ഷോറൂമിക്കൊക്കെ ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉള്ള വണ്ടികളും ഉണ്ടാവട്ടാ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അവർ അടവ് കറക്റ്റായിട്ട് അടക്കൂല. അപ്പൊ അല്ലാത്ത പക്ഷം ചിലവർ വണ്ടി നമുക്ക് കൊണ്ട് കൊടുന്നു തരും. അപ്പൊ നമ്മളത് ഇതേപോലെ വിറ്റിട്ട് അവരെ പെൻഡിങ്ങൾ എമൗണ്ടിക്ക് ആ എമൗണ്ട് കേറ്റാറാണ് പതിവായിട്ട് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രൈസിന്റെ വണ്ടികൾ വരുന്നത്. ഇത് 20 മോഡൽ 3rd ഓണർഷിപ്പ് വണ്ടിയാണ്. വളരെ ക്വാളിറ്റി എല്ലാ വണ്ടിയും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വന്ന് നോക്കാം, ഓടിച്ച് നോക്കാം, ഒക്കെ ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. വണ്ടി പ്രൈസ് വരുന്നത് 1,05,000 രൂപയാണ്. 15 രൂപ അടച്ചാൽ V3 നിങ്ങളുടെ കയ്യിലുണ്ടാവും. 5,000 രൂപ അടച്ചാൽ V3 എടുക്കാം. 200 ആണെങ്കിൽ 10,000 രൂപ സ്കെയിൽ സ്കോർ ഉണ്ടെങ്കിൽ അടക്കാം. ഓക്കെ, എങ്ങനെ ബാക്കിയുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ എല്ലാ വണ്ടിക്കും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളെല്ലാം കാണുന്ന എല്ലാ കസ്റ്റമേഴ്സും പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. 1 മാസം എഞ്ചിൻ വാറന്റി ഞങ്ങൾ തരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഇവിടെ വന്ന് ഓടിച്ചു നോക്കാം, ഓടിച്ചു നോക്കിയിട്ട് വണ്ടിക്ക് എന്ത് മെയിൻ്റെനൻസ് ആണ് വരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ ആ മെയിൻ്റെനൻസ് ഞങ്ങൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നിട്ട് നിങ്ങൾ പിന്നെ ഓടിച്ചു നോക്കിയിട്ട് ആ മെയിൻ്റെനൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുക്കണ്ട. അത്രേ ഞാൻ പറയുന്നു. അടുത്ത വണ്ടി വന്ന 2024 മോഡലാണ്. 24 മോഡല് 5135 കിലോമീറ്റർ ഓടിയ ബജാജിന്റെ RS 200 ആണ് വണ്ടി വരുന്നത്. 23 റേസോ 23 മാനുഫാക്ചറിങ് 24 റേസ് ആണ്. അത് കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി വന്ന് ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് പറയാം. അതിന്റെ ബോൾട്ടോ കാര്യങ്ങളോ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇപ്പൊ മാർക്കറ്റിൽ നിലവിൽ 1.5 ലക്ഷം 1.55 ഒക്കെ നിൽക്കുന്ന വണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 1,48,000 രൂപക്കാണ്. 24 മോഡലാണ്. എല്ലാവരും ആലോചിച്ചോ, നല്ല രീതിയിൽ വെർത്ത് ആയിട്ടുള്ള പ്രൈസാണ്. നിങ്ങൾ ഏത് ഷോറൂമിലും എവിടുന്നും അന്വേഷിച്ചോ ഈ പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഷോറൂമിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞോ, അവിടെയാണ് കിട്ടണേന്ന്. നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ അങ്ങനെ പ്രൈസ് കൂടുതലാണ് കുറവാണെന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ള കണ്ടീഷന് കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുമ്പോ ക്യാമറയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് കമ്പനി ഇട്ട ടയറാ. കമ്പനി ടയറാണ്, കമ്പനി ടയറാണ് ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ മീറ്ററും കാണിച്ചു കൊടുക്കാം. അതായത് പറയാം, ക്വാളിറ്റി വണ്ടികളാണ് നമ്മളതിലുള്ളത്. പിന്നെ നമ്മളെ ഈ ഫിനാൻസ് പരമായിട്ട് കൊടുക്കുന്ന വണ്ടിക്ക് മാത്രമാണ് 3rd ഓണർഷിപ്പ് വരുന്നത്. അതൊക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. അടുത്ത 2 എക്സ്പൾസ് എടുക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഓഫറിൽ ഇറക്കുമ്പോ ഇത്ര ലേറ്റ് ആയി എന്ന് പറഞ്ഞല്ലോ, അത് ഈ വണ്ടികളാണ്. അത് ഇത് വരുന്നത് 22 മോഡലാണ്. ഇത് 21 മോഡലാണ്. ഇത് 4V ആണ്. ഇത് 22 മോഡൽ. 21. ഇത് 4V, ഇത് 2V. ഇത് നമുക്ക് വരുന്നത് 1,15,000 രൂപയാണ്. 15 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഇത് നമുക്ക് വരുന്നത് 2022 മോഡൽ 4V ആണ്. 1,28 ഫൈനൽ പ്രൈസ് ആണ്. ഭയങ്കര ക്വാളിറ്റിയും കൂടി നിങ്ങൾ നോക്കണം. പ്രൈസ് കാര്യങ്ങൾ അവിടെ കുറവുണ്ട് ഇവിടെ കുറവുണ്ട് അങ്ങനെ ആരും കമന്റ് ഇടണ്ട. വണ്ടി ടയർ നിങ്ങൾക്ക് മാറ്റേണ്ടി വരില്ല. ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് വാങ്ങേണ്ടി വരില്ല, ഓയിൽ മാറേണ്ടി വരില്ല, പോരാത്തിന് വാറന്റി ഉണ്ട്. വണ്ടി എടുക്കാൻ ലഡാക്ക് പോവാം. അതാണ് സത്യം. അപ്പൊ നിങ്ങൾ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടുന്ന് 100 രൂപയ്ക്ക് കിട്ടാണ്ട് ഇവിടുന്ന് 100 രൂപയ്ക്ക് കിട്ടാണ്ട് പറയുമ്പോൾ ഇതും കൂടി കമ്പയർ ചെയ്യണം. ആകെ 23,000 ഓടിയിട്ടുള്ള സിംഗിൾ യൂസ് ആണ്, ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ് ഈ 2 വണ്ടി. ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. ഇത് 1,28 ഇത് 1,15. അത് നമുക്ക് ഫൈനൽ പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്. രണ്ടും സെയിം കണ്ടീഷൻ ആണ്. ഹെൽമെറ്റും ഫ്രീ കിട്ടും. ഫ്രീ ആണ്. അത് സെയിം കണ്ടീഷന്റെ കേസ് നമുക്ക് ധൈര്യത്തിൽ പറയാം. ഇവിടെ വരെ വണ്ടി ഓടിച്ചു നോക്കാം, അവർക്ക് ഓടിച്ചു നോക്കാം, ടെക്നീഷ്യന്റെ കൂടെ കൂട്ടിയിട്ട് അവർക്ക് ഓടിച്ചു നോക്കാം, അവർക്ക് ചെക്ക് ചെയ്യാ, കാര്യങ്ങൾ പറയാ, നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. 100 ഇത് 2023 മോഡല്. നല്ല പവറുള്ള വണ്ടിയാണ്. 24 റേസ് ഉള്ള വണ്ടിയാണ്. പവറും അതെല്ലാവർക്കും അറിയാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ധൈര്യത്തിൽ എടുക്കുക. 6,700 ചില്ലറ വണ്ടി ഓടിയിട്ടുള്ളൂ. 2 ഫ്രീ സർവീസ് ഷോറൂമിൽ കിടക്കുന്നുണ്ട്, പെൻഡിങ് ഉണ്ട്. പിന്നെ ഇതിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇത് കാണുന്നവർക്ക് അറിയാം എത്ര രൂപ വരും, എന്ത് ഇനി ഇതിമൊന്ന് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ലേഡീസിനും ഒക്കെ ഉള്ള നമ്മളെ ഫുഡ് റെസ്റ്റ് വരെ ഇതിമ ചെയ്തിട്ടുണ്ട് അവര്. ക്രാഷ് കാർഡ് ചെയ്തിട്ടുണ്ട്, വൈസർ ചെയ്തിട്ടുണ്ട്, ഇത് ഹാൻഡിൽ ബാർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എക്സ്പെൻസീവ് സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞത് പറയേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് എടുക്കുന്നത് ഭയങ്കര ലാഭമാണ്. നമ്മളിവിടെ ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് നമ്മൾ 1,80,000 രൂപയാണ്. ധൈര്യത്തിൽ എടുക്കുക. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിൽ നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നതാണ്. 1.5 ലക്ഷം രൂപ വരെ ലോൺ കയറും. സിവിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ 1,60,000 വരെ നമ്മൾ ലോൺ കയറ്റും. 20 ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. 20,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഇറക്കാം. ഓക്കെ. വണ്ടിയുടെ കണ്ടീഷനെ കുറിച്ച്
കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഷോറൂം കണ്ടീഷനാണ് വണ്ടി നിൽക്കുന്നത് കേട്ടോ. ഫാൻസി നമ്പറാണ്. ഓക്കെ, അടുത്ത വണ്ടി 00951. ഓക്കെ, അടുത്ത വണ്ടി അടുത്ത് തന്നെ നമുക്ക് ഡ്യൂക്ക് 2021 മോഡലാണ്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. 14,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ അങ്ങനെ 14,000 ഓടിയിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കും. ഗൾഫ് എയർ ഉപയോഗിച്ച വണ്ടിയാണ്. ആള് സിംഗിൾ ഓൺഷിപ്പിൽ നിന്ന് ആളെടുത്ത് ആള് പോകുമ്പോൾ റിട്ടേൺ തന്ന വണ്ടിയാണ്. നമ്മളെ അടുത്ത് നല്ല എടുത്ത് വേറെ ടീമിന്റെ അടുത്ത് നമുക്ക് കൊടുന്നു തന്ന് നമ്മളെടുത്ത് നമ്മളത് ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്ത വണ്ടിയാണ്. കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത വണ്ടിയാണ്. 14,000 ഓടിയിട്ടുള്ളൂ. അതിന്റെ ടയറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ബാക്ക് ടയർ അല്ല, ഫ്രണ്ട് ടയർ ആണ് മാറിയിട്ടുള്ളത്. പിന്നെ ബാറ്ററി പുതിയതാണ്. ആമറോണിന്റെ 2 വർഷം വാറന്റി 2 വർഷം ഗ്യാരണ്ടി ഉള്ള ആമറോണിന്റെ പുത്തൻ ബാറ്ററി ഉള്ളതാ. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 1,58,000 രൂപയാണ്. മാർക്കറ്റിൽ ഇപ്പൊ അത്യാവശ്യം എമൗണ്ടിൽ കൂടുതൽ നിൽക്കണതാണ് ഇപ്പൊ 200 B6 വരുന്നത്. നിങ്ങൾക്ക് അന്വേഷിക്കാം. നമ്മൾ പരമാവധി ഒരു 1,56 വരെയൊക്കെ ഫൈനല് വണ്ടി ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത വണ്ടി V3. അടുത്ത് വരുന്നത് നമുക്ക് V3 2021 മോഡലാണ്. നമുക്കിത് 1,35,000 രൂപയാണ് വരുന്നത്. സംഗതി 1.5 വരെ മാർക്കറ്റുള്ള വണ്ടിയാണെന്ന് നമുക്കറിയാം. വേറൊന്നും ഉണ്ടല്ലോ, ഓണർഷിപ്പിന്റെ കൂടുതൽ കാരണം മാത്രമാണ് 1,35,000 വണ്ടിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് ഫൈനൽ പ്രൈസ് നമുക്ക് ഒരു 1,33 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. വണ്ടി തേർഡ് ഓണർ വണ്ടി ആയതുകൊണ്ടാണ് ആ പ്രൈസിന് ചേഞ്ച് വന്നത്. അടുത്ത വണ്ടി അടുത്ത് വരുന്നത് 21 മോഡൽ തന്നെയാണ്. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. ഇത് അതേ പ്രൈസിൽ തന്നെ വരുന്നുള്ളൂ. 1,35 ഒക്കെ തന്നെ വരുന്നുള്ളൂ. ഫൈനലായിട്ട് നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ ചെയ്ത് തരണതാണ്. അടുത്ത നമുക്ക് 2019 മോഡൽ FZ V3 ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു 80 രൂപ ആ ലെവലിലൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. 78 കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് 22 മോഡലും വരുന്നുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഒരു 98,000 രൂപക്കാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ ഫ്രണ്ട് ടയർ പുതിയതാണ്, ബാക്ക് ടയർ പുതിയതാണ്. വണ്ടിയുടെ ഓയിൽ നമ്മൾ പുതിയത് ഒഴിച്ചിട്ടാണ് നിങ്ങളെ മുന്നിൽ തന്നെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി തരും. വണ്ടി നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ബാറ്ററി പുതിയതാണ്. പിന്നെ നിങ്ങൾക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വരില്ല. എല്ലാം ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ചെയ്ത് തരുന്നത്. സെറ്റാക്കി വെച്ച വണ്ടികളാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ലോ ബഡ്ജറ്റ് വണ്ടികൾ. ലോ ബഡ്ജറ്റും ചെറിയ ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികളാണ് ഈ സെക്ഷൻ മൊത്തം. ലെവൽ വണ്ടികൾ ഏറ്റവും കൂടുതൽ ഉള്ളതും അത് തന്നെയാണ്. ഇതിലൊരു 1 ലക്ഷത്തിന്റെ താഴത്തേക്ക് ഒരു 80,000 രൂപയുടെ താഴത്തേക്കുള്ള വണ്ടികൾ ഫുള്ള് ഇരിക്കുന്നത്. ഇത് ഇത്രയും കണ്ടീഷനാക്കി വെച്ച് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നല്ല മാർക്കറ്റാണ്. ഈ സാധനം കിട്ടാനില്ല. അത് മെയിൻ ആയിട്ട് ഒരു നെസ്റ്റോൾജിയാണ്. എല്ലാവർക്കും ഭയങ്കര FZ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ആദ്യം V1 അതിൽ തന്നെ V2 V2 കളക്ഷൻ വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് V1 ആണ്. നല്ല ഹൈ ക്വാളിറ്റി നമ്മൾ ഫുൾ റീസ്റ്റോറേഷൻ ചെയ്ത വണ്ടിയാണ്. അതായത് ഇനി ഒരു തുരുമ്പോ കാര്യങ്ങളോ ഫുള്ള് നമുക്ക് കാണിച്ചു കൊടുക്കുക ധൈര്യത്തില്. വണ്ടിയുടെ ചേസോ കാര്യങ്ങളോ ഒക്കെ നോക്കണ്ട. അത്രയും വൃത്തിയാക്കി വെച്ച വണ്ടിയാണ്. കാരണം നമ്മളിടുന്ന വണ്ടി കസ്റ്റമർ എടുക്കുമ്പോ ഇത് നമുക്ക് എക്സ്പെൻസ് ഉള്ള പരിപാടിയാണ്. ഇത് ഇത്രയും സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുന്ന പരിപാടിയാണ്. നമ്മളെന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ട് അവർ ചെയ്യുന്നതിന് അവർക്ക് എക്സ്പെൻസ് ഡബിൾ ആയിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്തിരി കുറഞ്ഞ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിലിപ്പോൾ വരുന്നത് വെച്ചാൽ 2016 മോഡൽ സിംഗിൾ ഓണറും വരുന്നുണ്ട്. 2015 മോഡൽ സെക്കൻഡ് ഓണറും വരുന്നുണ്ട്. 16 മോഡൽ നമുക്ക് ഫൈനൽ 55 രൂപയാണ് നമ്മൾ പറയുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, വണ്ടി അത്ര ക്വാളിറ്റി ആക്കി വെച്ചുകൊണ്ടാണ്. അത്ര നീറ്റ് ആക്കിയിട്ട് ഹെഡ്ലൈറ്റിന്റെ ഡ്യൂമൊക്കെ കണ്ടാൽ നമുക്ക് അറിയാം. ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ 2015 മോഡൽ വരുന്നുണ്ട്. അത് നമ്മൾ 50 രൂപയാണ് പറയണത്. പരമാവധി നമ്മൾ കുറച്ച് തരാം. ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിക്ക് പുതിയ ഇൻഷുറൻസ് നമ്മൾ തന്നെ എടുത്തു കൊടുക്കുന്നതാണ്. അത് ഏത് വണ്ടി ആയാലും എത്ര കംപ്ലീറ്റ് അത് നമ്മൾ ഫുൾ പേപ്പർ വർക്ക് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തു തരുന്നത്. നമുക്ക് ഇത്രയും 10-80 വണ്ടി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 80 കസ്റ്റമേഴ്സ് നമ്മളെ വിശ്വസിച്ചിട്ടാണ് ആ വണ്ടി നമ്മൾക്ക് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് പേപ്പർ വർക്ക് ക്ലിയർ ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട്. OTPയുടെ പ്രശ്നവും കാര്യങ്ങളും കസ്റ്റമേഴ്സിന്റെ ബിസിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് പേപ്പർ വർക്ക് കിടക്കുന്നത്. അപ്പോൾ ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോൾ ഒരു മാസം ആവുന്നുണ്ട്, ചിലത് 1.5 മാസം ആവുന്നുണ്ട്, ചിലത് 5 ദിവസം കൊണ്ടാവുന്നുണ്ട്, ചിലത് 1 ദിവസം കൊണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഓരോ കസ്റ്റമേഴ്സിന്റെ തിരക്കിനനുസരിച്ചിട്ടാണ് OTP കിട്ടിയിട്ടുള്ള വിഷയങ്ങൾ കാരണമാണ് അതും. അത് നമ്മൾ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. രണ്ടും എങ്ങനെ പ്രൈസ്? ഇത് നമുക്ക് 10 ഉറുപ്പിക ഡൗണിൽ ഇറക്കി കൊടുക്കട്ടോ. അത് 10 ഉറുപ്പിക ഡൗണിൽ ഇറക്കി കൊടുക്കും. ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. നമ്മളിവിടുത്തെ ഏത് വണ്ടിക്കാണെങ്കിലും നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നതാണ്. പുറത്തെ വണ്ടികളെ കേസല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ വണ്ടികൾ നമ്മൾ ഇയർ ബേസ് നോക്കൂല. നമ്മൾ പരമാവധി ഫണ്ടും അതിൽ കയറ്റിത്തരും. നിങ്ങൾക്ക് ഇപ്പൊ അന്വേഷിച്ചറിയാൻ പറ്റും. തേർഡ് ഓൺഷിപ്പ് വണ്ടി ആയാലും സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ആയാലും പുറത്തുനിന്ന് ഏതെങ്കിലും ഫിനാൻസിന് അവർ കൊടുക്കുമ്പോൾ അവർക്ക് ഇത്ര ഫണ്ട് പാസ്സാവില്ല. പിന്നെ സേ ടു ഫിനാൻസ് പറഞ്ഞത് നമ്മളിവിടെ ചെയ്യാറില്ല. 25%, 26% ഒക്കെ ഇൻട്രസ്റ്റില് ചെയ്യല് വളരെ നമ്മൾ ചെയ്യാറില്ല. നമ്മളെ ഫിനാൻസോ അല്ലെങ്കിൽ പുറത്തുള്ള ഫിനാൻസുകളോ ആ ഒരു ഇൻട്രസ്റ്റിന്റെ റേറ്റിൽ ഒരു 14% വരെയൊക്കെ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. യൂസർ ബൈക്ക് അല്ലേ, പുത്തൻ വണ്ടിക്ക് തന്നെ 11%, 10% ഒക്കെ വരുമ്പോൾ
യൂസർ ബൈക്കിന് കോമൺ ആയിട്ട് മാറും. അപ്പൊ 14% ഒരു ഫിനാൻസിൽ കൊടുക്കുമ്പോൾ അത് എത്രത്തോളം ഒരു സേഫ്റ്റി ഫിനാൻസ് ശരിയാണ്, 2 ചെക്ക് ലീഫും ഒരു മുദ്ര പേപ്പറൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത് അങ്ങനെയല്ല, നിങ്ങൾക്ക് സേഫ്റ്റി കൂടുതലാണ്. അപ്പൊ അത് ആലോചിക്കാം. പിന്നെ അടുത്ത നമുക്ക് വരുന്നത് ബജാജിന്റെ 220 ആണ്. 2015 മോഡല്, 15 മാനുഫാക്ചറിങ്, 16 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇത് 2018 മോഡലാണ്. സെക്കൻഡ് ഓർഡർ ആണ് വരുന്നത്. വണ്ടിയുടെ പ്രൈസ് വരുന്നത് 75,000 രൂപക്ക് വണ്ടി നമുക്ക് കൊടുക്കാം ഫൈനലായിട്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് വെച്ച വണ്ടിയാണ്. ധൈര്യത്തിൽ എടുക്കുക. ഇതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല സിംഗിൾ ഓണർഷിപ്പ് ആണ്. 16 മോഡൽ സിംഗിൾ ഓണർ വരുന്ന വണ്ടിയാണ്. ഇതില് 4 കോഴ്സിലും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയതാണ്. ഒക്കെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ച വണ്ടിയാണ്. ഇതിന്റെ പ്രൈസും ഇതിന്റെ ഞാൻ പറഞ്ഞതാണ് 75,000 രൂപയാണ് വണ്ടിക്ക് വരുന്നത്. അതെ, ഇത് നമുക്ക് 40,000 രൂപക്ക് വണ്ടി നമ്മൾ ചെയ്തു കൊടുക്കും. റെഡി ക്യാഷ് ഇട്ടാ 40,000 രൂപക്ക് 16 മോഡൽ വണ്ടി 220 കിട്ടാണ്ടാന്ന് നിങ്ങൾക്ക് അന്വേഷിക്കുക. സിംഗിൾ ഓണർഷിപ്പ് കിട്ടാണ്ടെന്ന് അന്വേഷിക്കണം കേട്ടോ. തേണോറൊക്കെ കിട്ടും. ഇത്ര ക്വാളിറ്റി വണ്ടികൾ കിട്ടുമോ നിങ്ങൾ അന്വേഷിക്കുക. എത്ര ഡൗൺ എടുക്കേണ്ടി വരും? 10 രൂപ അടച്ചാൽ 10 രൂപ 10 13 അടച്ചാൽ മതി. ഞാൻ സിബിലാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. സിവിൽ സ്കോർ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും, കൂടുതൽ ഫണ്ട് പാസ്. അടുത്ത് ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമ്മളെ ചെറുകിട ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. 11 മോഡല്. ചെറുകിട പറഞ്ഞാൽ കൊച്ചാക്കല്ല. ഈ ഡെലിവറി കാര്യങ്ങള് ചെറിയ ചെറിയ വർക്കിന് പോണവർക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരം നിന്ന് പഠിക്കണവർക്ക്, ഫാമിലി അങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ പർപ്പസിന് പറ്റിയ വണ്ടിയാണ്. 2011 മോഡല്. ടാങ്കൊക്കെ നമ്മൾ തുരുമ്പോ കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാനും, അതിമുണ്ടായിരുന്ന തുരുമ്പോ കളഞ്ഞ് കാര്യങ്ങൾ നീറ്റാക്കി പെയിന്റ് അടിച്ച് സ്റ്റിക്കർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 22,000 രൂപ ഫൈനലായിട്ട് നമ്മൾ ചെയ്തുതരും. ഇൻഷുറൻസ് നമ്മൾ എടുത്തുതരും, ഓയിൽ നമ്മൾ മാറ്റിത്തരും. വണ്ടിയുടെ എഞ്ചിൻ സൈഡ് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യുക. ഒരു 1 വീക്ക് വരെ നമ്മൾ എഞ്ചിൻ വാറണ്ടി ഇതിനും കൊടുക്കും. അതും ആലോചിക്കണം കേട്ടോ. 22,000 രൂപക്കൊന്നും ആരും നിങ്ങൾക്ക് എഞ്ചിൻ വാറണ്ടി തരൂല, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് വരുന്നത് 2019 മോഡല് സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് വരുന്നത്, ഗ്ലാമർ. ഇത് നമുക്ക് വരുന്ന പ്രൈസ് 50,000 രൂപയാണ് വണ്ടിക്ക് വരുന്നത്. നമുക്ക് ഫൈനൽ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. 50,000 രൂപക്ക് 10 മോഡൽ ഗ്ലാമർ കിട്ടുമോ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. എന്നാലും നമ്മൾ ചെയ്തു തരും. 48 വരെ നമുക്ക് ഫൈനൽ ചെയ്ത് തരും, വാറന്റിയോട് കൂടിയിട്ട്. ഇത് വരുന്നത് 2018 മോഡലാണ്. ഇത് നമ്മൾ ഫൈനൽ പ്രൈസ് 45,000 രൂപയാണ് പറഞ്ഞത്. പിന്നെ ഇത് നമുക്ക് വരാൻ 2017 മോഡല് സിംഗിൾ ഓർഡർ ആണോ തോന്നുന്നുണ്ട്, സിംഗിൾ ഓർഡർ ഉണ്ടായിരിക്കും. ഞാൻ എന്തെങ്കിലും ചില ഓൺഷിപ്പ് അങ്ങോട്ടൊക്കെ മാറി ഉണ്ടാവും. ഇവിടെ വന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. 2017 മോഡലാണ്. 42 രൂപ ഉണ്ട് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. 42 നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്ത വണ്ടി ഇത് 2010 മോഡലാണ്. വണ്ടിയുടെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. വണ്ടിയുടെ പേപ്പർ വർക്ക് ഒക്കെ കഴിഞ്ഞാൽ 10-20 ഉറുപ്പിയുടെ ഉള്ളിൽ നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ. വണ്ടി ഇപ്പൊ ഫുൾ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൂ. അതായി കഴിഞ്ഞാൽ നമ്മൾ പേജിലിടും. അടുത്ത വണ്ടി ഷൈനി 2020 മോഡലാണ് വണ്ടി വരുന്നത്. 68 രൂപയാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത്. നമ്മളെ മുബാഷ് ബ്രോക്ക് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി 65,000 രൂപക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 22,000 വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ നമുക്ക് 2017 മോഡൽ ഷൈൻ തന്നെ വരുന്നുണ്ട്. 38,000 രൂപ ഫൈനൽ പ്രൈസ് ആണ്. അതിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചെറിയ ചെറിയ ഉപയോഗത്തിന് പറ്റിയ വണ്ടിയാണ്. 13 മോഡലാണ്. 2013 മോഡൽ വണ്ടിയാണ്. ഡിസ്കവർ ആണ്. ഈ ഡെലിവറി ബോയ് ആയിട്ട് പോണവർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപയോഗം, കോളേജ് പിള്ളേർക്കൊക്കെ നല്ല മൈലേജുള്ള വണ്ടിയല്ലേ. ഇതിന്റെ പ്രൈസ് ഫൈനൽ ആയിട്ട് വരുന്ന 18,000 രൂപ ആണ്. 18,000 രൂപക്ക് നമ്മൾ എഞ്ചിൻ സൈഡൊക്കെ വന്ന് നോക്കിക്കോളി, ചെക്ക് ചെയ്തോളി. എഞ്ചിൻ സൈഡോ പോകോ കാര്യങ്ങളോ പിസ്റ്റോണോ സിലിണ്ടറിനകത്ത് ഒരു പ്രശ്നം വണ്ടിക്ക് നിലവിലില്ല. ഇതിന് സെൽഫും ഡിസ്കൊക്കെ ഉണ്ട് കേട്ടോ, ഒക്കെ വർക്കിംഗ്. ഇത് ഒരു 2016 മോഡലാണ്. ആക്സിസ് 125 ആണ്. മൈലേജ് കുറവാണ്. മൈലേജും കാര്യങ്ങളും കുറവുള്ള വണ്ടിയാണ്. ഈ നമുക്ക് ഈ ലേഡീസിനും കാര്യങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിക്കാനുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. വണ്ടി നമുക്ക് ഫൈനൽ ഒരു 28 വരെയൊക്കെ മാക്സിമം ചെയ്തുതരാം. കാരണം അതിലപ്പുറം കുറഞ്ഞ നമുക്കൊന്നും കിട്ടൂല, അല്ലെങ്കിൽ ഇതിലൊന്നും കിട്ടൂല. അതൊക്കെ എക്സ്ചേഞ്ച് വണ്ടിയാണ്. പിന്നെ നമുക്ക് വരുന്ന 2018 മോഡല് എൻഡോർക്കാണ് വരുന്നത്. എല്ലാവർക്കും അറിയാം, സ്കൂട്ടിയിൽ നല്ല പവർ വരുന്ന വണ്ടിയാണ് TVS-ന്റെ എൻഡോർക്ക്. അതേപോലെ തന്നെ TVS-ന്റെ എൻഡോർക്കാണ് മൈലേജ് കുറവും തരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരു 48 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ, സിംഗിൾ ഓൺ ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. അടുത്തൊരു ആൽഫാണ് വരുന്നത്. 2016 മോഡലാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2 ടയർ പുതിയതാണ്, ബാറ്ററി പുതിയതാണ്. 30,000 ഉറുപ്പിക വണ്ടിയുടെ പ്രൈസ്. 2016 മോഡലാണ്. 14-13 ഒന്നുമല്ല, 16 മോഡല്. കുറഞ്ഞ വിലക്ക് മോഡൽ കൂടിയുണ്ട്. അപ്പൊ ഇതിന് ഓയിലും കാര്യങ്ങളും എഞ്ചിൻ വാറന്റി ഉണ്ട് കേട്ടോ. അത് മറക്കണ്ട. 30,000 ഉറുപ്പിക വരെ വണ്ടി എടുത്ത് ഇവർക്ക് വാറന്റി തരാൻ പറ്റൂല എന്നൊന്നുമില്ല. പരമാവധി നമ്മൾ എല്ലാ വണ്ടിക്കും വാറന്റി തരും. പിന്നെ ചെറിയ ചെറിയ റേറ്റിന്റെ വണ്ടിക്ക് പോലും നമ്മൾ 1 വീക്ക് തരണം. എന്താന്ന് വെച്ചാൽ നമ്മളവിടെ നിന്ന് എടുത്തിട്ട് ഒരു ബാഡ് റിവ്യൂ നമുക്ക് തോന്നരുത്.
നിങ്ങൾ കമന്റ് ഇടുമെന്നുള്ള ഞാൻ പറഞ്ഞത്. നമ്മളവിടെ എടുത്തിട്ട് ഇപ്പോൾ ആരെങ്കിലും ഒരു വിശ്വാസത്തോടുകൂടി എടുക്കുന്നതാണ്. ആ വിശ്വാസം മാക്സിമം നമ്മൾ കവർ ചെയ്ത് പഠിക്കാനാണ് നമ്മളെ മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ആക്സസ് തന്നെ പഴയ മോഡൽ. ഇത് 2012 മോഡൽ. ഇതൊരു 20 റുപ്യ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ പറ്റിയിരിക്കുന്ന വണ്ടിയാണ്. പെയിന്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ള വണ്ടിയാണ്. കാർ ബാറ്ററി പുതിയതാണ്, ഷോറൂമിൽ നിന്ന് വാങ്ങി വെച്ചാണ്. സെക്കൻഡ് ഹാൻഡ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന ബില്ലിന്റെ കോപ്പിയൊക്കെ നമ്മൾ കാണിച്ചു തരാം. സുസുക്കിയുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബില്ലിന്റെ കോപ്പിയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക, കുഴപ്പമുള്ളതല്ല. അടുത്ത വണ്ടി ഇത് 2015 മോഡല് മാസ്ട്രോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഒരു ലേഡി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. നമുക്ക് ഇത് തന്നിട്ട് ആളെ ആക്സസ് എടുത്തതാണ്, എക്സ്ചേഞ്ച് വണ്ടിയാണ്. അതിന്റെ ഫൈനൽ പ്രൈസ് നമ്മൾ 27 റുപ്യക്ക് ഈ വണ്ടി കൊടുക്കുന്നതാണ്. ഇത് 2012 മോഡൽ ആക്റ്റീവ. ഫൈനൽ പ്രൈസ് വരുന്നത് 20,000 രൂപയാണ്. 20,000 രൂപക്ക് സെറ്റ് ചെയ്ത് തരും. ഡൗൺ പേയ്മെന്റ് ഒന്നല്ല. പണി വരാത്ത വണ്ടി അല്ലേ? നമ്മൾ ഫുള്ള് വർക്ക് ചെയ്താ. ഇതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും അത്. കണ്ടില്ലേ? നമ്മൾ ആ തുരുമ്പ് മാക്സിമം കളഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ബോഡി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അടുത്തത് തന്നെ 2019 മോഡൽ മാസ്ട്രോ എഡ്ജാണ്. എഡ്ജിന് പൊതുവെ മാർക്കറ്റ് കുറവാണ്, ഇല്ലാതെ നമ്മളും പറയണില്ല. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. മാർക്കറ്റ് കുറവുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ പ്രൈസും കുറവാണ്. 19 മോഡൽ വണ്ടി 35,000 റുപ്യക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഈ ലേഡീസിനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നിങ്ങളുടെ വണ്ടികളായിരിക്കും. കാരണം അവർ നമ്മളെപ്പോലെ ഇങ്ങനെ പറപ്പിച്ച് പോകുന്നവരൊന്നല്ല. ചെറിയ ചെറിയ ഓട്ടങ്ങളും ചെറിയ ചെറിയ സ്പീഡിലും പോകുന്നവർക്ക് ധൈര്യത്തിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. വലിവ് ഇത്ര കുറവുള്ളൂന്നുള്ളൂ. മൈലേജ് ഒരു 40-42 കിട്ടും. അടുത്ത വണ്ടി 2017 മോഡല് 18 റേസുള്ള വണ്ടിയാണ്. നമുക്കൊരു 36 ഒക്കെ ഫൈനൽ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാം. 36 ഫൈനലാ ടൈം, നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഇത് 2019 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത് 53,000 റുപ്യ ഫൈനൽ കിട്ടുകയാണെങ്കിൽ വണ്ടി നമുക്ക് കൊടുക്കാം. പക്ക കണ്ടീഷനാണ്, ടയറൊക്കെ പക്കേ. ഇത് പറഞ്ഞ 21 മോഡല് ഡിയോ ആണ്. ഇതും 21 മോഡൽ ഡിയോ ആണ്. രണ്ടും ഒരു 68,000 രൂപ വരെ നമുക്ക് ചെയ്തു കൊടുക്കാം. രണ്ട് വണ്ടി 68 വരുന്നത്. ഇത് 2019 മോഡല് ആക്റ്റീവ് ആണ്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു ഫൈനൽ പ്രൈസ് ഒരു 52 വരെ പരമാവധി നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ഇതിന്റെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, വാറന്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്, അല്ലാണ്ട് വാറന്റിയോ ഇല്ല റേറ്റോ. ഇത് പാഷൻ പ്രോ ആണ്. 2019 മോഡല് 20 റേസുള്ള വണ്ടിയാണ്. ഇതിന്റെ ക്വാളിറ്റി കണ്ടുകൊണ്ട് മാത്രമാണ് ഈ വണ്ടി ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് കൊടുന്നു. മനസ്സിലായില്ലേ? തിരുവനന്തപുരത്ത് നിന്ന് കൊടുന്നതാണ് വണ്ടി. ഞങ്ങള് ഈരാറ്റുപേട്ട അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു കൊടുന്നതാണ്. അത്രയും ദൂരം ഞങ്ങൾ ഓടിച്ചു വന്നാണ്. അത്രയും ദൂരം ഓടിച്ചു വന്നാൽ ഞങ്ങൾ പോലെ പെട്രോൾ അടിച്ചാലാകെ 300 രൂപക്കാണ് പെട്രോൾ അടിച്ചുള്ളത് ഇതിലൊക്കെ. അപ്പൊ അത്രയും മൈലേജ് ഉണ്ട്. 70 പുറത്ത് വണ്ടി മൈലേജ് തരുന്നുണ്ട്. സിംഗിൾ യൂസ് ആണ്, നല്ല നീറ്റായിട്ടാണ് ഇത് ഓടിച്ചാള് കൊണ്ടുനടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്ന ഫൈനൽ പ്രൈസ് ആണ് 62,000 രൂപ വരെ നമുക്ക് ചെയ്തു കൊടുക്കാം. കാരണം ഞങ്ങൾക്ക് ഇത് അവിടെ നിന്ന് എത്തിക്കുമ്പോൾ അത്യാവശ്യം കോസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്ന. ക്വാളിറ്റി വണ്ടിക്ക് ഇത്തിരി പ്രൈസ് കൂടുതൽ വന്ന് വിചാരിച്ചിട്ട് പുത്തൻ വണ്ടി എടുക്കണേക്കാളും ഓപ്ഷൻ ആയിരിക്കും ഈ വണ്ടി എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം. നമുക്കിനി ഈ ഒരു ഭാഗത്തുള്ള സെക്ഷൻസും കൂടെ കവർ ചെയ്യാം. ബുള്ളറ്റ് ബുള്ളറ്റ് കിട്ടാനില്ല. ബുള്ളറ്റ് BS6 കൂടുതൽ കിട്ടാനുണ്ട്. BS4 വണ്ടികൾ കിട്ടാൻ ഭയങ്കര. പുതിയ വണ്ടി ഇറങ്ങിയോട് കൂടിയിട്ട് പഴയ വണ്ടിയൊക്കെ മാർക്കറ്റ് കൂടി. അപ്പൊ നമ്മളെ ഹിമാലയ ഇപ്പൊ നമ്മള് സ്റ്റോക്ക് തന്നെ അല്ലേ. ഹിമാലയ നല്ല മര്യാദ പ്രൈസ് വരുന്നോണ്ട് നമ്മളതിനെ എടുക്കാറില്ല. കാരണം നമ്മൾ എടുത്തിട്ട് കൊടുക്കുമ്പോ നമ്മളിപ്പോ ലാസ്റ്റ് കൊടുത്തത് പെരിന്തൽമണ്ണ ഒരു കസ്റ്റമർക്കാണ് നമ്മളെ ഹിമാലയ കൊടുത്തു. 156 അവർക്ക് ഫൈനല് വണ്ടി കൊടുത്തു. പഴയ മോഡൽ ഹിമാലയ. ഇത് നമുക്ക് വരുന്നത് 2019 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ABS ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിൽ കുറഞ്ഞ വണ്ടികൾ കിട്ടാണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞങ്ങൾക്ക് ബുള്ളറ്റ് അത്യാവശ്യം എക്സ്പെൻസീവാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രൈസിങ്ങിന് ആ ചേഞ്ച് വന്നിട്ടുള്ളത്. ഫൈനൽ പ്രൈസ് വരുന്നത് ഫൈനൽ പ്രൈസ് ആണ് 1,17,000 രൂപക്ക് 19 മോഡല് നമ്മളെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 30,000 ഓടി ജെനുവൻ കിലോമീറ്റർ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി കിലോമീറ്ററിലൊക്കെ ജെനുവൻ ആയിരിക്കും. കാരണം ഡയറക്റ്റ് ഇത് 30,000 ഓടിയിട്ടുള്ളൂ. ABS ഉണ്ട്, കാര്യങ്ങളുണ്ട്, ചെക്ക് ചെയ്യാം. വണ്ടി നല്ല ക്വാളിറ്റി. ടയർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, ടയറൊക്കെ പക്കാണ്. വണ്ടിയുടെ പ്രൈസ് 1,17,000 രൂപ. ഡൗൺ പേയ്മെന്റ് 15 1 ലക്ഷം രൂപ വരെ നമുക്ക് വണ്ടി ലോണ് കയറാം. അടുത്ത വണ്ടി ഇത് വല്ല 2019 മോഡല് 3rd ഓൺഷിപ്പ് വണ്ടിയാണ്. ഡ്യുവൽ ഡിസ്ക് വണ്ടിയാണ് ക്ലാസിക് വരുന്നത്. ഡിസ്ക് വരുന്നത് 1,10 നമ്മൾ പറഞ്ഞത്. നമുക്ക് 3rd ഓൺഷിപ്പ് വരുന്നതുകൊണ്ടാണ് 1,10 കൊടുക്കണം. നിലവിൽ മാർക്കറ്റ് 1,30 വരെ സിംഗിൾ ഓൺഷിപ്പ് ഇപ്പോഴും നിൽക്കുന്ന വണ്ടിയാണ്. നമ്മള് 3rd ഓണർ ആയതുകൊണ്ടാണ് 1,10 പറയുന്നത്. അതിൽ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി വരുന്നത് നമുക്ക് 2018 മോഡൽ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. നല്ല നമ്മളെ ഹെഡ്ലൈറ്റ് ഒക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഹെഡ്ലൈറ്റ് ആണ്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
വണ്ടി നല്ല കുഴപ്പമില്ലാണ്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. 37,000 വണ്ടി ഓടിയിട്ടുണ്ട്. ബാക്ക് ടയർ പുതിയതാണ്, ഫ്രണ്ട് ടയർ പുതിയതാണ്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. നമ്മൾ ഓടിച്ചു കൊണ്ടുവരുന്ന വണ്ടികളെ കണ്ടിട്ട് നമ്മൾ ഇത്ര ധൈര്യത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ വെറുതെ പറയണല്ല, അതൊക്കെ നമ്മൾ ഓടിച്ചു കൊടുക്കുന്ന വണ്ടികളാണ്. നിങ്ങൾക്ക് ഇതിന്റെ നമ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇതിന്റെ പ്രൈസ് വരുന്നത് 1,02,000 രൂപയാണ്. നമുക്ക് മാക്സിമം എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് കൂടി നമുക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഗ്യാപ്പ് കുറവാണ്. 18 മോഡലാണ്. പ്രൈസ് കൂടുതലായിരിക്കാം, പക്ഷെ അത് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് വേണം വണ്ടിക്ക് ആ പ്രൈസ് വരുന്നത്. അത് പ്രത്യേകം നിങ്ങൾ നോക്കണം. പിന്നെ ഇതിന് ക്വാളിറ്റി പറഞ്ഞാൽ ഞങ്ങൾ ഓയിൽ ഫിൽറ്ററൊക്കെ നിങ്ങൾക്ക് മാറ്റി തരും. ഞാൻ എടുത്തെടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ എല്ലാത്തിലും അത് പറയണ്ടല്ലോ വെച്ചിട്ടാണ്. ഈ ഇരിക്കണ ഏത് വണ്ടികൾക്കായാലും ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ ബുള്ളറ്റ് ഞങ്ങൾ മാറ്റി തന്നിട്ട് വണ്ടി ഡെലിവറി ചെയ്തരുള്ളൂ. അതൊന്നും മാറ്റി വെച്ചിട്ടില്ല. നിങ്ങളെ മുന്നിൽ തന്നെ ഞങ്ങൾ കവർ ചെയ്തിട്ട് മാറ്റി വെച്ച് തരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ട് അങ്ങനത്തെ ഡീലിങ്സ് ഒന്നുമില്ല. കസ്റ്റമർ മുന്നിൽ തന്നെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. എത്ര ഡൗൺ? 15 രൂപ. ഇതൊക്കെ 15-12 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. അടുത്ത് ഇവിടെ ഇരിക്കുന്ന വണ്ടികൾ ഇത് 2019 മോഡൽ 2019 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1,03,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കുക. ഇതിന്റെ മീറ്റർ സെക്കൻഡ് മീറ്റർ ആട്ടാ. 34,000 വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് മീറ്ററിൽ ഫസ്റ്റ് മീറ്റർ നമുക്ക് അറിയില്ല, കസ്റ്റമർ മാറ്റിയതാണോ, നമ്മളെ അടുത്ത് നിന്ന് കൊണ്ടുപോകുമ്പോൾ ആ റേറ്റ് ചെയ്യുന്നില്ല. പിന്നെ വരുന്ന 2018 മോഡൽ ക്ലാസിക് ആണ്. ക്ലാസിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് 1,08,000 രൂപയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 45,000 വണ്ടി ഓടിയിട്ടുള്ളൂ. ക്ലാസിക് മാർക്കറ്റിൽ നിന്ന് കിട്ടാനില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ലാസിക് ഭയങ്കര ഡിമാൻഡാണ് വണ്ടി. അപ്പോൾ അത് അന്വേഷിച്ച് നടക്കുന്ന കസ്റ്റമറിനെ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും. നല്ല പ്രൈസിംഗ് ആണ് വണ്ടിക്ക് വരുന്നത്. നമ്മൾ പണ്ടൊക്കെ നമുക്ക് 18 മോഡൽ ക്ലാസിക് ഒക്കെ 80 രൂപക്കൊക്കെ ചോദിച്ചാൽ നമുക്ക് വണ്ടി കിട്ടിയിരുന്നു. നമ്മളൊരു 90 റുപ്യക്കോ അല്ലെങ്കിൽ 85 റുപ്യക്കോ ഒക്കെ നമുക്ക് കൊടുക്കായിരുന്നു. ഇപ്പൊ അത് കിട്ടുന്നില്ല. ഇപ്പോ നമുക്ക് കിട്ടുന്നത് തന്നെ ഒന്നിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് വണ്ടികൾ കിട്ടുന്നത്. ഒന്ന് അത് കൊണ്ടുവരുന്ന എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊടുക്കണ്ടേ. പിന്നെ അടുത്ത് വരുന്ന രണ്ട് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. BS6 വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് ആണ്. ABS വരുന്ന ടൈപ്പാണ്. രണ്ടും ABS വരുന്ന വണ്ടിയാണ്. ഇത് 23,000 ഓടിയിട്ടുള്ളൂ. ഇത് 26,000 ഓടിയിട്ടുള്ളൂ. രണ്ടിനും 1,30 നമ്മൾ ആസ്കിംഗ് പ്രൈസ് പറയുന്നത്. പരമാവധി ഞാനൊരു 1,28 വരെയൊക്കെ 2 വണ്ടി ചെയ്തുതരാം. ഞാൻ അങ്ങനെ വല്ലാണ്ട് 5,000-6,000 കയറ്റിട്ട് കുറക്കാൻ നമുക്ക് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നമുക്ക് കിട്ടേണ്ട ചെറിയൊരു എമൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അടുത്തത് ഇവിടെ സ്പ്ലെൻഡർ ഇരിക്കുന്നുണ്ടല്ലോ. സ്പ്ലെൻഡർ പിന്നെ അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ബ്രോക്ക് തന്നെ അറിയാം. സ്പ്ലെൻഡറിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല. എങ്ങനെ എന്നിരുന്നാലും ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ 21 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇതിന് നമുക്ക് കാണുന്നത് 12,000 ഓടിയിട്ടുള്ള വണ്ടിയായിട്ട് തോന്നണം. പക്ഷെ കണ്ടിട്ട് അങ്ങനെ 12,000 ഓടി പോലെ തോന്നണില്ല. ചിലപ്പം മീറ്റർ സ്റ്റെക്കൊക്കെ ആയിട്ട് അവർ ഓടിച്ചിട്ടുണ്ടാവാം. അത് എനിക്ക് അങ്ങനെ കണ്ട് തോന്നാത്ത വണ്ടികൾ ഞാൻ അതേപോലെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് 12,000 ഓടിയിട്ടുള്ള വണ്ടിയാണെന്ന് കാണുമ്പോൾ എനിക്ക് തോന്നണില്ല. ചിലപ്പോൾ അതായിരിക്കാം. അതിൽ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടിക്ക് വേറെ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ. എനിക്ക് വന്ന് വണ്ടി ഓടിച്ചേക്കാം. വണ്ടിയുടെ പ്രൈസ് പറഞ്ഞത് 55,000 രൂപ വണ്ടിക്ക് പറഞ്ഞോളൂ. 21 മോഡൽ വണ്ടിക്കാണ് 55,000 നമ്മൾ പറയണം. ഇതിപ്പോ നമ്മളതിന്റെ വിന്റേജ് വണ്ടിക്ക് ഇപ്പോഴും ആള് 35,000 രൂപ കൊടുത്തിട്ട് ആൾക്കാർ വണ്ടി പർച്ചേസ് ചെയ്തിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് 21 മുതൽ 55,000 രൂപ കിട്ടുക അതൊരു നല്ല വർത്തായിട്ടുള്ള പ്രൈസാണ്. അടുത്ത വരുന്നത് 2018 മോഡല് പൾസർ 150 ആണ് വരുന്നത്. 18-19 ആണ് ഇത് നമുക്ക് വരുന്നത്. നല്ല മീറ്ററൊക്കെ നല്ല ക്വാളിറ്റി മീറ്റർ ആട്ടോ. മങ്ങിച്ചും മങ്ങലും അതൊന്നുമില്ല. വണ്ടി ഓടിയിട്ടുള്ള 33,000 ആണ്. സിംഗിൾ ഓണറോ സെക്കൻഡ് ഓണറോ ആണ്. ഈ വണ്ടി നമുക്ക് വരുന്ന 52 രൂപയാണ് വണ്ടിക്ക് പറയുന്ന പ്രൈസ്. അപ്പോൾ നമുക്ക് പരമാവധി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തുതരാം. ഇത് 2017 മോഡല് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 18 റേസ് ഉള്ളതാണ്. ഇതൊരു 47 വരെ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വരുന്ന 2021 മോഡല് CT വണ്ടിയാണ്. പലർക്കും ആവശ്യമാണ് മൈലേജ് കൂടിയ വണ്ടി. മൈലേജ് വേണം എന്ന് പറഞ്ഞുള്ള ആൾക്കാർക്ക് ധൈര്യത്തിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പ്രൈസും വെർത്താണ്. 21 മോഡല് ലാസ്റ്റ് വണ്ടിയാണ്. നമുക്ക് വരുന്ന പ്രൈസ് 52,000 രൂപയാണ് വണ്ടിക്ക് വരുന്ന പ്രൈസ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രൈസ് മാറ്റുള്ളത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സ്കൂട്ടറുകളും കൂടെ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുറവാ. കഴിഞ്ഞ മാസം നമുക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങിയുള്ള, കഴിഞ്ഞ മാസം എന്നല്ല കൂടുതൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന ആക്സിസ് ആണ്. ആക്സിസ് നമുക്ക് എന്താ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ വരുന്നുണ്ട്. 2,000-3,000 കോടി വണ്ടികൾ ഓപ്ഷൻ എടുക്കുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് ഇവിടെ കയറിയതിനു ശേഷമാണ് സുസുക്കിയുടെ ഷോറൂമിൽ പോയിട്ട് പുതിയ വണ്ടി എടുക്കാറ്. അത്രയും ക്വാളിറ്റി വണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉള്ളത് ക്വാളിറ്റി കുറഞ്ഞ വണ്ടിയൊന്നുമല്ല. 21 മോഡല് സിംഗിൾ ഓണർ വണ്ടി 72,000 രൂപക്ക് കൊടുക്കുക. 22 മോഡല് 22 മോഡല് BS6 വണ്ടികളാണ്. നല്ല ടയർ കാര്യങ്ങൾ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്.
നമുക്കൊരു 82 രൂപ വരെയൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് റേസറ്റാർ വരുന്നുണ്ട്, ഹൈബ്രിഡ് വണ്ടിയാണ്, 22 മോഡലാണ്, 55, 60, 65 ഒക്കെ മൈലേജ് കിട്ടും, 50 കൺഫേം ആയിട്ട് മൈലേജ് കിട്ടും. സെക്കൻഡ് ഓർഡർ ആണ് വരുന്നത്, ടയർ കാര്യങ്ങളൊക്കെ പക്കയാണ്. 23,000 വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടിക്ക് നമ്മൾ പറഞ്ഞ പ്രൈസ് 75,000 രൂപയാണ്. വണ്ടിക്ക് നമ്മൾ ഫൈനലല്ല, ഇതൊരു ചെറിയ രീതിയിലും കൂടി ഡിസ്കൗണ്ട് ചെയ്തിട്ട്, ഇതൊക്കെ എക്സ്ചേഞ്ച് വണ്ടികളാണ്, അതുകൊണ്ടാണ് നമ്മൾ അത്രയും പ്രൈസ് കുറച്ചിട്ടിട്ട് തരുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം, ഇവിടെ നിന്ന് എടുത്താൽ ഇവിടെ സേഫാണ്, ഇവിടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തുതരും, ഫുൾ സെറ്റ് ചെയ്തുതരും, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഈ ഭാഗത്തുള്ള വണ്ടികൾ നോക്കാം. ഇത് നമുക്ക് വരുന്നത് 2018 മോഡൽ ഡിയോ ആണ്. ഇതിൽ 2020 ഉണ്ട്. ഇതാണ് നമുക്ക് 2020 മോഡൽ വണ്ടി വരുന്നത്. ഇത് 55 രൂപയാണ് വരുന്നത്. 18 മോഡൽ വണ്ടിയാണ് ബാക്കി 3 ഉള്ളത്. 48 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം. 18 മോഡൽ ഡിയോ ആണ്, 48,000 രൂപയാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടപാട് എല്ലാവരും വിളിച്ചോളൂ, അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരേ കളറുള്ള വണ്ടികളുണ്ടല്ലേ? ഫുള്ള് ഗ്രേ ടൈപ്പ് ആണ് കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്നത്, അതാണ് നമ്മൾ ഈ ഗ്രേ ടൈപ്പ് കൂടുതൽ സ്റ്റോക്ക് വെച്ചിട്ടുള്ളത്. ഓക്കെ. 1, 2, 3, 4, 5 ഏകദേശം ഒരു 10ഓളം ഡിയോ ഉണ്ടാവും. ഡിയോ ഉണ്ടാവും. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് 2022 മോഡൽ ജുപ്പിറ്റർ ആണ്. 15,000 വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ് വണ്ടി വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടിന്റെ പ്രൈസ് വരുന്നത് 83,000 രൂപയാണ്. ഫൈനലായിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് 2021 മോഡൽ ആക്റ്റീവ് 125 സെക്കൻഡ് ഓർഡർ ആണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 72,000 രൂപ വരെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് 2022 മോഡൽ ആക്റ്റീവ 60 വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 23,000 ഓടിയിട്ടുള്ളൂ. വണ്ടിയുള്ള ക്വാളിറ്റി വണ്ടിയാണ്. 78,000 രൂപക്ക് 22 മോഡൽ ആക്റ്റീവ നിങ്ങൾക്ക് നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഓക്കെ. അടുത്ത വണ്ടി ഇത് 2011 മോഡലാണ്. ഇതൊക്കെ ഉപയോഗം കുറഞ്ഞവർക്കുള്ള വണ്ടികളാണ്. 18, 17 ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസ് ഒക്കെ പുതിയ തിരിക്കൂട്ടാ. ഇത് വരുന്നത് 2016 മോഡലാണ്. ഇത് നമുക്കൊരു 40 രൂപ ഡിയോ ആട്ടോ. 2016 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. അതൊക്കെ നമുക്കൊരു 40 രൂപയുടെ ഉള്ളിലുണ്ടെങ്കിൽ ചെയ്ത് 2016 മോഡൽ. 16 38 ഫൈനൽ കിട്ടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നോക്കിയിട്ട് ഓരോ കസ്റ്റമേഴ്സ് പറയേണ്ട കാര്യമാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇത് 2013 മോഡൽ പൾസർ 150 ആണ് വരുന്നത്. 22,000 രൂപ നമുക്ക് വണ്ടിക്ക് പറഞ്ഞ പ്രൈസ്. വണ്ടി അത്ര നല്ല വണ്ടിയാണ്, നിങ്ങൾക്ക് ധൈര്യത്തിൽ വന്ന് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എടുത്താൽ മതി. വണ്ടിന്റെ പ്രൈസും കാര്യങ്ങളും നമ്മൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലും കൂടി സെറ്റ് ചെയ്ത് തരാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളതിൽ നല്ല പ്രൈസ് കുറവുള്ള വണ്ടിയുണ്ട്, നല്ല ക്വാളിറ്റി വണ്ടികളുണ്ട്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ വരെ കണ്ടുവരിക്കും അത് മനസ്സിലാവുന്നുണ്ടാവും. ഈ കറണ്ടിന്റെ വണ്ടി ഉണ്ട് നമ്മളെ കയ്യിൽ. ഒരു ഒല ഉണ്ട് 2023 മോഡല് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. വണ്ടി ഓടിയിട്ടുള്ള 15,600 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ ബാക്ക് ടയർ പുതിയതാണ്. വണ്ടിയുടെ ബാറ്ററി പുതിയതാണ്, പുത്തൻ ബാറ്ററിയാണ് ഇട്ടിട്ടുള്ള വണ്ടിക്ക്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ധൈര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടി നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. വണ്ടിയുടെ പ്രൈസ് വരുന്നത് 98,000 രൂപ നമ്മൾ വണ്ടി ഫൈനൽ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 23 ലാസ്റ്റ് കേട്ടോ, ലാസ്റ്റ് അപ്പൊ എടുത്തിട്ട് ഏകദേശം ഒരു വർഷം ആവണുണ്ടാവുള്ളൂ. 15,000 കിലോമീറ്റർ ഓടിക്കാം. 15,000. എത്ര ലോൺ ആവശ്യം? ലോൺ നമുക്കൊരു 15 ഒക്കെ ഡൗൺ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ഏകദേശം ഒരു 80 വണ്ടിയുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ലോണിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ, അതുപോലെ തന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലതാണ് വരുന്നത്. നമ്മളെ സ്ഥലം വരുന്നത് ചങ്ങരകുളം പറയുമ്പോൾ എടപ്പാട് കഴിഞ്ഞിട്ട് 4-5 കിലോമീറ്റർ ഉള്ളൂ. ചങ്ങരകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിവിടെ ജില്ലയിൽ വരുമ്പോൾ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. ലോണിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോന്റെ ഇതിൽ തന്നെ നമ്മളെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കാണിച്ചു കൊടുക്കാം. എത്ര മണി സമയം മുതൽ എത്ര മണി കോൺടാക്ട്? നമുക്ക് മാക്സിമം കോൾ ചെയ്യണത് ഒരു 9:30 മുതൽ ഒരു രാത്രി ഒരു 7:30 വരെയൊക്കെ വിളിക്കുന്നതായിരിക്കും ബെസ്റ്റ്. 7:30 വേണ്ട, ഒരു 7 മണി വരെയൊക്കെ വിളിക്കുന്നതായിരിക്കും ബെസ്റ്റ് സമയം. അല്ലാത്തവർ മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി, നമ്മൾ മറുപടി തരാൻ നോക്കാം. വാട്സപ്പ് കോളും ചെയ്ത് 1 മണി വരെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾക്ക് എടുത്തുള്ള ആളുകളാണ് നിങ്ങൾ ഷോപ്പിൽ വരിക. അതെ, ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ വരാ, കാര്യങ്ങൾ അറിയാം, അന്വേഷിക്കാം. ഞായറാഴ്ച ഓപ്പൺ അല്ല, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോ ഞായറാഴ്ച മാത്രം വന്ന് വണ്ടി കൺഫേം ചെയ്യേണ്ട ടീമാണെന്നുണ്ടെങ്കിൽ ആദ്യം വന്ന് വണ്ടി നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞായറാഴ്ചക്ക് ഡെലിവറി സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടി നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതെ, അപ്പോൾ മുബാഷ് ബ്രോ താങ്ക് യു നമ്മളോട് വന്ന വീഡിയോയും കാര്യങ്ങൾ ചെയ്തതിന്. ഇത് കാണുന്ന കസ്റ്റമേഴ്സിനും വെർത്താണ്. നമ്മളെ മുബാഷ് ബ്രോന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യുക, ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാട് വണ്ടികൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.